എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത് നമ്മളുടെ ഓസം ഇൻഫോർടൈൻമെൻറ്റ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ ഓസം എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്നാണ് അർത്ഥം. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? അതായത് ഈ ചാനലിൽ വരുന്ന വീഡിയോസ്, ഷോർട്സ് മുഖാന്തരം എനിക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ എൻ്റെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം തരുക എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. പിന്നെ എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ചില വീഡിയോസൊക്കെ എൻ്റർടൈൻമെൻറ്റ് ബേസിലായിരിക്കും. അതായത് വളരെ സീരിയസ് അല്ലാതെ കുറച്ച് കളിയും ചിരിയുമായിട്ടൊക്കെ ഉള്ളതും, ചിലപ്പം വീഡിയോസ് കാണാനും രസിക്കാനും ഉള്ളതും, ചിലപ്പം ചില വീഡിയോസിൽ പറയുന്നത് ചിന്തിക്കാനുള്ളതും, അങ്ങനെയൊക്കെ പലതരപ്പെട്ട ഇൻഫർമേഷനാണ് ഇതിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം, ഓൾറെഡി ഞാൻ 3 ചാനൽ യൂട്യൂബിൽ റൺ ചെയ്യുന്നുണ്ട്. അതായത് കൈലാഷ് ചാനൽ മലയാളം, കൈലാഷ് ചാനൽ തമിഴ് ആൻഡ് കൈലാഷ് ചാനൽ ഇംഗ്ലീഷ്. പക്ഷേ ഈ 3 ചാനലും ടോട്ടലി ആത്മീയതയെക്കുറിച്ചാണ്, അതായത് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്. അപ്പം ഇങ്ങനത്തെ വേറെ പല പൊതുവായിട്ടുള്ള ഇൻഫർമേഷൻ, അത് ചിലപ്പം ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ സ്പോർട്സിനെ കുറിച്ചായിരിക്കാം, ചിലപ്പം ട്രാവലിനെ കുറിച്ചായിരിക്കാം, ചിലപ്പം ഹെൽത്തിനെ കുറിച്ചായിരിക്കാം, ചിലപ്പം കുക്കിങ്ങിനെ കുറിച്ചായിരിക്കാം. എന്തെങ്കിലുമൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു ചെറിയ ഷോർട്സ് ഇടാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ചെറുതായിട്ട് ചെയ്യാം. അപ്പം അതുമാത്രമല്ല, ഈ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളുമൊക്കെ ഒരു കളിയും ചിരിയുമായിട്ട് ലൈറ്റ് മൂഡിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സ്പിരിച്വാലിറ്റിയോട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെതായ ഗൗരവത്തിൽ കാണണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പം ഞാൻ സ്പിരിച്വാലിറ്റിയിൽ തന്നെ ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പം എൻ്റെ കൊച്ചുമോൾ വന്ന് പറയും, അമ്മോ കുറച്ചൊന്ന് ചിരി അമ്മോ എന്ന് പറയും. എനിക്ക് ഇപ്പം ചിരിയോ അല്ലെങ്കിൽ ഈ നല്ല ഡ്രസ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആഡംബരമായിട്ടിരിക്കുന്നതോ കളിക്കുന്നതോ എൻ്റർടൈൻമെൻറ്റോ ഇത് സന്തോഷമായിട്ടിരിക്കുന്നതോ ഇതൊന്നും സ്പിരിച്വാലിറ്റിക്ക് എതിരല്ല. പക്ഷേ സ്പിരിച്വാലിറ്റിയുടെ ടോപ്പിക്സൊക്കെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ്, അല്ലയോ? അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കളിയും ചിരിയും പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് 4ാമത്തെ ചാനലാണ് ഞാൻ തുടങ്ങുന്നത്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് വീഡിയോ. അതൊരു കാര്യം. പിന്നെ അപ്പം ഇതിൽ ആദ്യമായിട്ട് കുറച്ച് വീഡിയോസ് നല്ല ഇൻഫർമേറ്റീവായിട്ടും എൻ്റർടൈൻമെൻറ്റായിട്ട്, അത് കാണുമ്പം ഒരു ലൈറ്റ് മൂഡ് നമുക്ക് മനസ്സിലുണ്ടാകുന്ന പോലത്തെ വീഡിയോസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ ഒരു 10-40 ദിവസം ജപ്പാനിലായിരുന്നു, ടോക്കിയോ പോയിരുന്നു. അപ്പോൾ മലയാള ചാനലിലും ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. അതായത് മെയ് 21 പോയിട്ട് ജൂൺ 30 ആണ് ഞാൻ തിരിച്ചു വന്നത്. ഞാനും എൻ്റെ കൊച്ചുമോളും ആണ് പോയത്. സായി ഗായത്രി എന്നാണ് അവളുടെ പേര്. അപ്പം ഞങ്ങൾക്കൊക്കെ 3 മാസത്തെ വിസ കിട്ടിയാലും 3 മാസം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് എൻ്റെ കുഞ്ഞിന് സ്കൂളുണ്ട്. അപ്പോൾ ഓൾറെഡി 1 മാസം ലീവ് എഴുതി കൊടുത്തിട്ടാണ് പോയത്. ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ലീവൊക്കെ തന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് 3 മാസം തുടർച്ചയായിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല. പക്ഷേ 40 ദിവസവും വളരെ നല്ല ദിവസങ്ങളായിരുന്നു. അതായത് ഞാൻ എൻ്റെ മോൻ്റെ വീട്ടിലാണ് പോയി താമസിച്ചത്. എൻ്റെ മോനും മരുമോളും ടോക്കിയോയിലാണ്. അവർ 2 സ്ഥലത്തായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ വീട്ടിൽ തന്നെ നിന്നു. 40 ദിവസവും ഒരു സെക്കൻഡ് പോലും വേസ്റ്റാക്കാതെ വെളിയിൽ പോയി ഔട്ടിങ് ഒക്കെ ചെയ്തു. പല സ്ഥലങ്ങളും പോയി കണ്ടു. ഞാൻ 2014 നേരത്തെ ഒരു പ്രാവശ്യം ടോക്കിയോ പോയതാണ്. അപ്പോഴത്തേക്കാട്ടിൽ ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് കൊച്ചുമോക്കുകളെയും കൂടെ കൊണ്ടുപോയതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഞാനും അവളുടെ കൂടെ ഒക്കെ പോയി. അങ്ങനെ ഞങ്ങൾ 4 പേരും സദാസർവകാലവും കറക്കമായിരുന്നു. അപ്പം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്ത് കൊണ്ടുവരാൻ പറ്റും, ടോക്കിയോയിൽ നിന്ന് എന്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചത്, എനിക്ക് തോന്നിയത്, എൻ്റെ മനസ്സിൽ തോന്നിയത് കുറേ ഫോട്ടോസും
കുറേ വീഡിയോസും ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് നമുക്ക് ഇവർക്കൊക്കെ പങ്കിടാം. അപ്പോൾ അതൊരു സന്തോഷമല്ലയോ. അപ്പോൾ അതാണ് ഞാൻ ചോക്ലേറ്റ്സ് ഒന്നും കൊണ്ടുവന്നില്ല അവിടുന്ന് നിങ്ങൾക്ക് തരാൻ. ഇത് തരുന്നത് അത്ര എനിക്ക് പറ്റത്തില്ല. അപ്പം വീഡിയോയിൽ കൂടെ തന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിനേക്കാട്ടിലും വിലമതിക്കപ്പെടാത്ത ഒരു കാര്യമാണ് ഈ ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പുതിയ ചാനൽ തുടങ്ങിയത്. അപ്പം ഒരുപാട് ഒരു 10-15 വീഡിയോസ് ടോക്കിയോയെക്കുറിച്ച് തന്നെയായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പങ്കിടാം. ഓക്കെ, ഇതിൽ ആദ്യത്തെ വീഡിയോ, അതായത് ടോക്കിയോയിൽ ഞാൻ നിന്നപ്പം ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള 3 അമ്പലങ്ങളിലാണ് പോയത്. ആ അമ്പലങ്ങളെക്കുറിച്ച് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അതിന് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും എൻജോയ് ചെയ്യാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ സ്ഥലത്തെല്ലാം ഫോട്ടോസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പങ്കിടാം. ഓക്കെ, ഇപ്പം ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അസക്കുസ ടെമ്പിൾ എന്നുള്ള ഒരു അമ്പലത്തിൻ്റെ ഫോട്ടോസും വീഡിയോസുമാണ് ഇടാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ഒരു ഇൻട്രോ തരാം. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ജപ്പാൻ എന്ന് പറയുന്ന ഒരു ചെറിയ നാടാണ്. ജപ്പാൻ്റെ തലസ്ഥാനമാണ് ടോക്കിയോ. അപ്പം ഈ അസക്കുസ ടെമ്പിൾ എന്ന് പറയുന്നത് ജപ്പാനിലെ ടോക്കിയോയിൽ അസക്കുസ എന്നുള്ള സ്ഥലത്തിൻ്റെ പേര് വെച്ചുള്ള അമ്പലമാണ്. ഇത് ഒരുപാട് പഴമയുള്ള അമ്പലമാണ്. അതുമാത്രമല്ല ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അമ്പലമാണ്. അത് സിഗ്നിഫിക്കൻ്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നല്ല പവറുണ്ട്. അപ്പം ഒരുപാട് പേര് ദിവസവും വന്ന് കാണുന്ന ഒരു അമ്പലമാണ് അത്. ഓക്കെ, അപ്പം ഒരു വർഷത്തിൽ 30 മില്യൺ ആൾക്കാരാണ് അവിടെ വന്ന് തൊഴുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, എത്ര ഫേമസും എത്ര പവറും ഉള്ള സ്ഥലമാണെന്ന്, ഇല്ലയോ? അങ്ങനെ അപ്പം ഇതിൽ ആദ്യം ഞാൻ ടെമ്പിളിനെ കുറിച്ച് തന്നെ ഉള്ള ഇൻഫർമേഷനൊക്കെ തരാം. അതായത് ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്, അസക്കുസ എന്നുള്ള സ്ഥലത്തുള്ളത്. ഇതിനെ സെൻസോജി എന്നും പറയും. ഈ ശരിക്കും പറഞ്ഞാൽ സെൻസോജി എന്ന് പറയുന്നത് ചൈനീസ് വേർഡാണ്. അസക്കുസ എന്ന് പറയുന്നത് ജാപ്പനീസ് വേർഡാണ്. എന്താണെന്ന് വെച്ചാൽ ജപ്പാനിലുള്ള ഒരു ചെറിയ സ്ഥലത്തിൻ്റെ പേരാണ് അസക്കുസ. അതിൻ്റെ അർത്ഥം ഷാലോ ഗ്രാസ് എന്നാണ്. ഷാലോ ഗ്രാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ, അതായത് ചെറിയ ഒരുപാട് പൊക്കമില്ലാത്ത പുല്ലുകൾ വളരുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തായിരിക്കും ഈ അമ്പലം നിർമ്മാണിച്ചത്. അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ഏരിയയ്ക്ക് തന്നെ അസക്കുസ എന്ന് പേര് വരാൻ കാരണം അതാ, ഒരു വളരെ പൊക്കം കുറഞ്ഞ കുറേ പുല്ലുകൾ വളരുന്ന സ്ഥലമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ എന്ന് പറയുന്നത് 70% വെള്ളമാണ്. ഒരു 30% ലാൻഡുള്ളൂ, ഭൂമിയുള്ളൂ, ബാക്കിയെല്ലാം വെള്ളമാണ്. പക്ഷേ ആ ഭൂമിയിലെ കറുത്ത മണ്ണാണ്. വളരെ ഫെർട്ടൈൽ ലാൻഡാണ്. ഫെർട്ടൈൽ ലാൻഡ് എന്ന് വെച്ചാൽ നല്ല സത്തുള്ള മണ്ണാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളും കേട്ട് കാണും, ഈ ഫ്യൂജി എന്നുള്ള ഒരു എരിമല ഉണ്ടല്ലോ ജപ്പാനിൽ, അത് അപ്പം ഈ ലാവനെ വെളിക്കൊണ്ടുവരും. ലാവ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള വെള്ളം, തിളച്ച വെള്ളം, മണ്ണ്, ബാക്കി മിനറൽസ് ഇതെല്ലാം കൂടെ അടിച്ച് കുഴച്ചാണ് മേളി ഇങ്ങനെ എറിയുന്നത്. അപ്പോൾ ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുമ്പം അതിൻ്റെ വായ് ഒരു ചെറിയ മല പോലെ ഉണ്ട്. വോൾക്കാനോയിലും വായ് പോലെ കാണും. അതുവഴിയായിട്ടാണ് ഇങ്ങനെ ഒരുപാട് കിലോമീറ്റേഴ്സിന് അത് എറിയും. അങ്ങനെയൊക്കെ എറിഞ്ഞ ആ ലാവ കലർന്ന മണ്ണായ കൊണ്ടായിരിക്കും എല്ലാ സ്ഥലത്തും, ഞാൻ പല സ്ഥലത്തും ശ്രദ്ധിച്ച് നോക്കി, മണ്ണെടുത്ത് നോക്കുമ്പം കറുകറുന്നിരിക്കും. അപ്പോൾ ആ ലാവ മിക്സ്ഡ് മണ്ണായ കൊണ്ടായിരിക്കും ഇത്. പക്ഷേ നല്ല സത്തുള്ള മണ്ണാണ്. ഏത് ഇട്ടാലും അത് കിളിക്കുന്നുണ്ട് നല്ല രീതിയിൽ. പിന്നെ അവിടെ മെയിനായിട്ട് അരിയാണ് അവിടുത്തെ വ്യവസായം. ഓക്കെ, അപ്പം ഈ ഷോർട്ട് ഗ്രാസ് എന്നുള്ളത് പറഞ്ഞപ്പം അതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ കമ്മിങ് ടു ദ ടെമ്പിൾ, അമ്പലത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിലുള്ള ദൈവം എന്ന് പറയുന്നതിന് പേര് കാനൂൺ. അതും ജാപ്പനീസ് വാക്കാണ്. കാനൂൺ എന്നുള്ള ഒരു ബോധിസത്വയുടെ അമ്പലമാണ്. ഈ ബോധിസത്വ എന്ന് പറഞ്ഞാൽ ആരാ? അതായത് ബുദ്ധൻ, ജീസസ് ക്രൈസ്റ്റ്, മഹാവീർ, അല്ല,
അങ്ങനെയൊക്കെ ഇവരൊക്കെ മഹാന്കളാണ്. ഓക്കെ, അവരൊക്കെ മുക്തി നേടിയവരാണ്, അവരൊക്കെ എൻലൈറ്റൻഡ് ആണ്. അപ്പം ഈ ആ രീതിയിൽ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് മുക്തി കിട്ടും, ഈ ജന്മത്തിൽ തന്നെ കിട്ടും. അപ്പം മുക്തി കിട്ടാൻ ഈ ലോകത്ത് ജനിച്ച ഓരോ മനുഷ്യനും മുക്തി കിട്ടാൻ അർഹതപ്പെട്ടവനാണ്. അർഹതപ്പെട്ടവൻ എന്ന് വെച്ചാൽ അവൻ ശ്രമിച്ചാൽ അവന് കിട്ടും. അപ്പം എല്ലാവർക്കും പണമുള്ളവന് മുക്തി കിട്ടും, പണമില്ലാത്തവന്, പഠിച്ചവന് കിട്ടും, പഠിക്കാത്തവന് കിട്ടത്തില്ല, അങ്ങനെയൊന്നുമില്ല. മനുഷ്യ ജന്മം എടുത്ത ഓരോ വ്യക്തിക്കും മുക്തി കിട്ടും. പക്ഷേ നമ്മൾ എത്ര ദൂരം ശ്രമിക്കുന്നു എന്നുള്ളത് വെച്ചായിരിക്കും അത് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഈ നമ്മൾ എല്ലാവരും മുക്തി തേടിയാണ് പോകുന്നത്. അപ്പം ഈ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഒരു ബുദ്ധ ആകാം, ഓരോരുത്തരും ഒരു ജീസസ് ആവാം. അതിനുള്ള ക്വാളിഫിക്കേഷൻ നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതിനെ എത്ര ദൂരം വെളിയിൽ കൊണ്ടുവരുന്നു, അതിനെ എത്ര ദൂരം പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മറ്റവർക്കും ഉള്ള, ബുദ്ധനും ജീസസിനും നമുക്കും ഉള്ള വ്യത്യാസം. അപ്പം ഓൾ ക്യാൻ ബിക്കം ബുദ്ധാസ്. അങ്ങനെയുള്ളപ്പം ഈ ബുദ്ധ എന്നുള്ള സ്റ്റേറ്റിൻ്റെ മുമ്പലത്തെ സ്റ്റേറ്റാണ് ഈ ബോധിസത്വ എന്ന് പറയുന്നത്. ഈ ബോധിസത്വ എന്ന് പറയുന്നവരും ഈ എൻലൈറ്റൻമെൻ്റ് ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുന്നവരാണ്. പക്ഷേ അവരുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവർ മാത്രമല്ല എൻലൈറ്റൻമെൻ്റ് ആവണമെന്ന് വിചാരിക്കുന്നത്, അവരെ ചുറ്റിയുള്ളവരെല്ലാവരെയും ആ പാതയെ കൂടെ നയിച്ചു കൊണ്ടുപോകുന്നവരാണ് ബോധിസത്വാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ ദൈവം എന്ന് പറയുന്നത് കാനോൺ എന്ന് പറയുന്ന ബോധിസത്വയാണ്. ആ ബോധിസത്വയ്ക്ക് 2 ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കമ്പാഷൻ ആൻഡ് മേഴ്സി. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ആ ദൈവം, ആ അമ്പലത്തിലുള്ള ദൈവം നമുക്ക് എന്ത് തരുമെന്ന് വെച്ചാൽ കമ്പാഷൻ എന്ന് പറയുമ്പം അനുകമ്പം, ഒരു സ്നേഹം, ഒരു പശ്ചാത്താപം. ഒരു മേഴ്സി എന്ന് പറഞ്ഞാൽ ദയ, ദാക്ഷിണ്യം, കാരുണ്യം. ഇങ്ങനത്തെ ഉയർന്ന തലത്തിലുള്ള ഗുണങ്ങളാണ് ഈ ഡെയിറ്റിക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്കത് കിട്ടും. അതായത് ഡെയിറ്റിയുടെ ആ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ ഒരു കാര്യം, നമ്മളുടെ അമ്പലങ്ങളിലുള്ള പോലെ ഒരു പ്രതിമയോ, ഒരു ശിവൻ്റെയോ അല്ലെങ്കിൽ ശിവലിംഗത്തിൻ്റെയോ അല്ലെങ്കിൽ ദേവിയുടെയോ കൃഷ്ണൻ്റെയോ പ്രതിമയൊന്നുമില്ല. അവിടെ 1-2 അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ജാപ്പനീസിൽ, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അറിയാം. അമ്പലത്തിൻ്റെ സെൻറ്ററിൽ ഒരു റെഡ് കളറിൽ ഒരു അക്ഷരം എഴുതി വെച്ചിട്ടുണ്ട്. അതിനെയാണ് അവർ പൂജിക്കുന്നത്, അല്ലാതെ പ്രതിമകൾ വെച്ചല്ല. ഓക്കെ, അതൊന്ന്. പിന്നെ ഇതിൻ്റെ ഈ അമ്പലം തുറന്നത് 645 വർഷമാണ്. അതായത് 645 AD. ജീസസിന് മുമ്പേ, ജീസസിന് പിന്നെ എന്ന് പറയുന്നില്ലേ, BC AD എന്ന്. അതുപോലെ ജീസസ് വന്നതിൻ്റെ 645 വർഷം കഴിഞ്ഞാണ്. ഇപ്പം ജീസസ് വന്ന് 2024 നമ്മളിരിക്കുന്നത്. അപ്പം 645 വർഷമാണ് ഈ അമ്പലം തുറന്നത്. ശരിക്കും പറഞ്ഞാൽ 1500 വർഷങ്ങളായിട്ട് തന്നെ ഈ ദൈവം അവിടെ, ബോധിസത്വ എന്നുള്ള ദൈവം അവിടെ ഇരുന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടുത്തെ വിശ്വാസം. അപ്പം ഈ ജാപ്പനീസ് ഒരുപാട് പേര് വന്നു ഞങ്ങളന്ന് പോയ അന്ന്. ഞാൻ ഇതുവരെ ജാപ്പനീസിനെ ജാപ്പനീസ് എല്ലാവരും ബുദ്ധിസമാണ് ഫോളോ ചെയ്യുന്നത്, ബുദ്ധിസ്റ്റാണ്. എന്നാലും ഇത്രയും ഭക്തി കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല വെച്ചാൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചില്ല. എനിക്ക് ആകെ അറിയാവുന്നതൊക്കെ ജാപ്പനീസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് ആണ്. രായും പകലും ജോലി ചെയ്ത് ഡെഡിക്കേറ്റഡ് ടു ദ വർക്ക്. അതാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ ജാപ്പനീസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. അതേസമയത്ത് അന്ന് പോയി കണ്ടപ്പോഴാണ് വരുന്നത്, ഒരുപാട് ഫോറിനേഴ്സും വരുന്നുണ്ട്. അതായത് ജപ്പാൻ വിസിറ്റ് ചെയ്യുന്നവരെല്ലാം ഈ അസകുസ ടെമ്പിളിൽ വരാതെ പോകില്ല. അത്രയ്ക്ക് ഫേമസാണ്, അത്രയ്ക്ക് പവറും ഉള്ളതാണ്. അപ്പോൾ അവിടെ ഒരുപാട് ജാപ്പനീസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫോറിനേഴ്സും വന്നിരുന്നു. അപ്പോൾ ശരിക്കും ഒരു പവർഫുൾ ഒരു അമ്പലം തന്നെയാണ് അത്.
അങ്ങനെ ഇപ്പം ഇതിൽ വേറെ ഇതിൻ്റെ കഥ എന്തുവാന്ന് വെച്ചാൽ 628 വർഷം മാർച്ച് 18 ഈ സുമിത റിവർ എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു നദി ഓടുന്നുണ്ട്, സുമിത എന്നാണ് അതിൻ്റെ പേര്. ഈ സുമിത റിവറിൽ 2 ആമ്പിള്ളേർ, ചേട്ടനും അനിയനുമാണ്, ഫിഷിങ്ങിന് വേണ്ടി പോയി, മീൻ പിടിക്കാൻ പോയി. അപ്പോൾ ഇവരിരുന്നിങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവരുടെ നെറ്റിൽ ഒരു തങ്ക വിഗ്രഹം കിട്ടി. അപ്പം ഇവരെടുത്ത് നോക്കിയിട്ട് നമുക്ക് വേണ്ടിയത് മീനാ, ഇതെന്തിനാ എന്ന് വെള്ളത്തിൽ എറിഞ്ഞു. അപ്പോൾ തിരിച്ചും കുറേ നേരം കഴിഞ്ഞ് അവരുടെ നെറ്റിൽ അതേ തങ്ക വിഗ്രഹം വന്നു. പിന്നെയും അവർ പറഞ്ഞു ഇതെന്തോ ചുമ്മാ ഇതേ വരുന്നതെന്ന് തിരിച്ചും വീണ്ടും എറിഞ്ഞു. പിന്നെ 3ാമത്തെ പ്രാവശ്യവും വരുന്നു. അങ്ങനെ വീണ്ടും ഇത് തന്നെ വന്നുകൊണ്ട് അവർക്കൊരു സംശയം തോന്നി. എന്നാൽ പിന്നെ നമ്മളിതിനെ നമ്മുടെ വില്ലേജ് ഹെഡിന് കൊണ്ടുപോയി കാണിക്കാം. അതാണ് നിയമവും കൂടെ. അതായത് നമുക്ക് പൊതു സ്ഥലത്തു നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും എന്തെങ്കിലും നമുക്ക് കളഞ്ഞു കിട്ടിയാൽ അത് നമുക്ക് സ്വന്തമല്ല, അത് നമ്മൾ ഗവൺമെൻറ്റിന് ഒപ്പടയ്ക്കണമെന്നാണ് റൂള്. അപ്പോൾ അതുപോലെ ഈ 2 ആമ്പിള്ളേരും അവിടുത്തെ വില്ലേജ് ഹെഡ് എന്ന് വെച്ചാൽ എന്തുവാ, ആ വില്ലേജിൻ്റെ ആ ഗ്രാമത്തിൻ്റെ തലവൻ, ലീഡർ. അപ്പം ഈ വില്ലേജ് ഓഫീസർ, തഹസിൽദാർ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതുപോലെ. അപ്പോൾ ആ വില്ലേജ് ഹെഡിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇത് കാണിച്ചു. ഇതൊരു ബോധിസത്വയുടെ പ്രതിമയാണ്. അത് പേര് വരെ അദ്ദേഹത്തിന് മനസ്സിലായി. ആ പേരാണ് അവലോകിതേശ്വര ബോധിസത്വ എന്നാണ് പേര്. അപ്പോൾ ഇത് ബോധിസത്വയുടെ സ്റ്റാച്ചു ആണല്ലോ, പ്രതിമയാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഉടനെ അങ്ങേരും ബുദ്ധമതത്തിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ ബുദ്ധമതത്തിലോട്ട് അങ്ങ് ചേർന്നു. അതുമാത്രമല്ല, ഇപ്പം നിൽക്കുന്ന ആ അമ്പലം അദ്ദേഹത്തിൻ്റെ വീടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലെ ഒരു ഭാഗത്തിനെ അമ്പലമാക്കി. അങ്ങനെയാണ് ഈ അമ്പലം തുടങ്ങിയത്. പക്ഷേ 645 വർഷമാണ് ഒരു ബുദ്ധ ഭിക്ഷുവാണ് ഒരു വലിയ ഹാള്, അത് പടം കണ്ടാൽ അറിയാം, വലിയൊരു ഹാളാണ് ഫ്രണ്ടിൽ. ആ ഹാള് കെട്ടിയത് ഈ ബുദ്ധ ഭിക്ഷുവാണ്. പിന്നെ ഈ ഹാള് കെട്ടിയ ബുദ്ധ ഭിക്ഷുവിൻ്റെ സ്വപ്നത്തിൽ ഒരു കാഴ്ച കിട്ടി. അതായത് ഈ ബോധിസത്വയുടെ പ്രതിമ കണ്ടെടുത്തില്ലയോ ഈ പിള്ളേർ, അതിനെ അവിടെ വെച്ചിട്ടില്ല. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രതിമയും അവിടെ ഇല്ല. അപ്പം അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ ബുദ്ധ ഭിക്ഷുവിൻ്റെ സ്വപ്നത്തിൽ അങ്ങേര് വന്ന് പറഞ്ഞെന്ന് ഇതിനെ വെക്കരുത്, ഈ പ്രതിമയെ അവിടെ എവിടെയും വെക്കരുത്, ഇത് കാത്ത് സൂക്ഷിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഇപ്പോഴും ഒരുപാട് സെക്യൂരിറ്റിയോടുകൂടി പല അറകൾ കടന്ന് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നേ ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് വളരെ സെക്യൂരിറ്റിയോടെ കൂടി അതിനെ പല പൂട്ടുകളും ഇട്ട് പൂട്ടി സൂക്ഷിച്ച് കാത്തു വരുന്നുണ്ട്. വലിയ ബുദ്ധ ഭിക്ഷുകളൊക്കെ വന്നപ്പം പോലും അവർക്ക് പോലും കാണാൻ പറ്റിയില്ല. അപ്പം സ്വപ്നത്തിൽ കണ്ടതിനെ അദ്ദേഹം അത്രയും സീരിയസ് ആയിട്ട് എടുത്ത് അതിനെ ഇന്ന് വരെ പാലിച്ചു വരുന്നു. പിന്നെ ഈ വേൾഡ് വാർ II നടന്നപ്പം 1945 മാർച്ച് 10 എയർ റെയ്ഡ് നടന്നു. എയർ റെയ്ഡ് എന്ന് വെച്ചാൽ ടോക്കിയോയുടെ തലയിൽ കൂടെ കുറേ ബോംബുകൾ ഇട്ടു. അതിൽ ഈ അമ്പലവും നശിച്ചുപോയി. പിന്നെ ഈ ഹിരോഷിമ സ്ഥലത്തിൻ്റെയൊക്കെ അറിയാമല്ലോ, ബോംബ് വീണാലും ഇപ്പം പോയി നോക്കിയാൽ ബോംബിട്ട സ്ഥലം പോലൊന്നും അറിയത്തില്ല, അത്രയ്ക്ക് നല്ലതായിട്ട് അവർ ചെയ്തു. അതാണ് ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ 1951-58 വരെ ഇതിനെ നല്ല രീതിയിൽ അതിനെ തിരിച്ച് കെട്ടി. നല്ല ഉഗ്രൻ ടെമ്പിൾ, കാണാനുള്ള ഒരുപാട് വർക്കൊക്കെ ചെയ്ത് വളരെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു അമ്പലമാണ് ഇത്. ഇതിൽ 3 പാർട്ടുണ്ട്. ഒന്ന് മെയിൻ ഹാള്, അതിൻ്റെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. മെയിൻ ഹാള്, അതിൽ ഹാളിനെ ചുറ്റി 4 സൈഡും 4 ഗേറ്റുകളുണ്ട്. ഓക്കെ, 4 ഗേറ്റുകളുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അതല്ലാതെ ഒരു 1000 വർഷം പഴക്കമുള്ള ഒരു മരമുണ്ട്. അത് ഈ ബോംബിട്ടപ്പം പോലും ആ മരം നശിച്ചില്ല എന്നുള്ളതാണ്. ആ മരത്തിൻ്റെ ഫോട്ടോയും ഞാൻ എടുത്തിട്ടുണ്ട്. അല്ലാതെ 5 സ്റ്റോറീഡ് പഗോഡ
പഗോഡ എന്ന് വെച്ചാൽ 5 നിലയിലുള്ള പഗോഡയാണല്ലോ ഈ ബുദ്ധറുകളുടെ എല്ലാം അമ്പലം പോലെ പണിയുന്നത്, അത് പഗോഡ. പിന്നെ ഈ 4 സൈഡും ഉള്ള വലിയ ഗേറ്റുകൾ, ഇത് 3ഉമാണ് ഈ അമ്പലത്തിനെ നല്ല ഇതായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ വലിയ ഹാളുണ്ടല്ലോ, ഈ ആ ഹാളിൻ്റെ പേരെന്തുവാണോ, കമിനേറിമോം എന്നാണ് ആ ഹാളിൻ്റെ പേര്. അപ്പം ആ ഫ്രണ്ട് ഗേറ്റിന് പേര് തന്നെ കാമിനേറിമോൺ തണ്ടർ ഗേറ്റ് എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് അവർ ജാപ്പനീസ് അക്ഷരങ്ങൾ കൊണ്ട് എഴുതി വച്ചിരിക്കുന്നത് അവിടെ. പിന്നെ ഈ അവിടെ ഈ ഫ്രണ്ട് ഗേറ്റാണ് ഈ കാമിനേറിമോൺ ഗേറ്റ്. ഈ ഗേറ്റിൻ്റെ മുകളിൽ ഫ്രണ്ടിൽ ഒരു ചുമന്ന കളറിലൊരു വിളക്കുണ്ട്. ആ വിളക്ക് തറയുന്ന ഒരു 4 മീറ്റർ പൊക്കത്തിലേ ഉള്ളൂ. പക്ഷേ നമുക്ക് തൊടാനൊന്നും പറ്റത്തില്ല, അത്രയും അടുത്ത് ആരും പോകാനും പറ്റത്തില്ല. അപ്പോൾ അകത്തൊക്കെ നല്ല ഗോൾഡൻ കളറിൽ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നടുക്ക് റെഡ് കളറിൽ ഒരു അക്ഷരം, നമ്മളിപ്പോൾ ഓം എന്ന് എഴുതുന്നില്ല, ശ്രീ അങ്ങനെയൊക്കെ എഴുതുന്നില്ല, അതുപോലെ എന്തോ അവരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചുമന്ന വിളക്കുണ്ടല്ലോ, അത് 700 കിലോഗ്രാം വെയിറ്റുള്ളതാണ്. 4 ഭാഗത്തും 4 കയറ് വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ വുഡ് കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിലുള്ള വുഡിൽ, മരത്തിൽ ഈ ഡ്രാഗൻ്റെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 സൈഡും വേറെ 2 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ 2 കാവൽ ദൈവം എന്ന് പറയത്തില്ലേ ഇവിടെ, അതുപോലെയൊക്കെ 2 ദൈവങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല കാണാനുള്ള ഇതാണ്. ഞങ്ങളവിടെ പോയത് വീട്ടിൽ നിന്ന് കാറിലാണ് അതിൻ്റെ അടുത്ത് വരെ പോയത്. പക്ഷേ അമ്പലത്തിൻ്റെ അടുത്തെങ്ങും കാർ പാർക്കിംഗ് ഒന്നുമില്ല, എല്ലാം ദൂരെയാണ്, ഇട്ടിട്ട് നടക്കണം. അങ്ങനെ ഞങ്ങൾ കാറ് ഒരു സ്ഥലത്ത് പാർക്കിംഗ് കിട്ടി. കാറിൽ നിന്ന് ഇറങ്ങിയപ്പം ഓപ്പോസിറ്റിൽ ഒരു കട. ആ കടയിൽ ഈ കിമോനോ ഡ്രസ്സ്, അതായത് ജാപ്പനീസിൻ്റെ ടിപ്പിക്കൽ ഡ്രസ്സാണല്ലോ, നമ്മൾ മുണ്ടും നേരിയതും കൊടുക്കുന്ന പോലെ അവരുടെ കിമോനോ ഡ്രസ്സ്. അപ്പോൾ കിമോനോ ഡ്രസ്സ് വാടകയ്ക്ക് കിട്ടുമെന്ന് എഴുതിയിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയതിൽ ഇപ്പം മോനും മരുമോളും ഉണ്ട്, ഞാനുണ്ട്, കൊച്ചുമോളുണ്ട്. പിന്നെ 2 ദിവസമായിട്ട് എൻ്റെ മരുമോളുടെ ഫ്രണ്ടിൻ്റെ അനിയത്തിയും അവിടെ വന്ന് താമസിച്ചു ഞങ്ങളുടെ കൂടെ. അപ്പം അവളെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. അപ്പം ഞങ്ങൾ 5 പേരായിട്ടാണ് പോയത്. അപ്പം ഞാൻ ഈ ഡ്രസ്സ് വേണമെന്ന് ചോദിച്ചപ്പം എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ ആ കുട്ടി പറഞ്ഞു, ആ കൊച്ചു കുട്ടിയാണ്, അവൾ ഡിഗ്രിക്ക് പഠിക്കുവാണ്. അവൾ 2 മാസം ഇൻറ്റേൺഷിപ്പ്, ന്യൂറോ സയൻസിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി, ഉത്തര എന്നാണ് അവളുടെ പേര്, ഒറ്റയ്ക്ക് അവിടെ വന്നിരിക്കുന്നു. ഇവിടെ ബാംഗ്ലൂരിൽ 3rd ഇയറോ കണ്ട് പഠിക്കുവാണ്. അവൾ 2 മാസം ഇൻറ്റേൺഷിപ്പിന് വേണ്ടി സ്കോളർഷിപ്പൊക്കെ വാങ്ങിച്ച് അവിടെ വന്നിരിക്കുന്നു. ഒറ്റയ്ക്ക് വരുന്നു, ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിൽ പോകുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിലും 2 ദിവസം വന്ന് നിന്നു. അങ്ങനെ അപ്പോൾ അവൾക്ക് ആഗ്രഹം, ഇതൊന്ന് ട്രൈ ചെയ്യാത്താൽ കൊള്ളാമെന്ന്. എന്നാൽ പിന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്തെന്ന് വെച്ചാലേ അവിടെ 3000 yen, 5000 yen, 10000 yen അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഏത് എടുക്കുന്നു അത്രയും പൈസ കിട്ടിയാൽ അവരത് നമുക്ക് ഉടുപ്പിച്ച് തരും. അങ്ങനെ ഞങ്ങൾ കളറും അതും ഇതൊക്കെ കണ്ടപ്പം ഒരു 5000 ഒരു ഡ്രസ്സിന് വാടക 5000 yen. yen എന്ന് പറഞ്ഞാൽ 5000 yen എന്ന് വെച്ചാൽ അതിൻ്റെ പകുതിയാണ് ഇന്ത്യൻ റുപ്പീസ്. അപ്പോൾ 2500 രൂപ വാടക. അങ്ങനെ ഞങ്ങൾ 4 പേർക്കും കൂടെ 20000 yen മോൻ തന്നെ പേ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 4 പേരും മേളിൽ പോയി. ഫസ്റ്റ് ഫ്ലോറിൽ പോയപ്പം നമ്മളുടെ അടി വസ്ത്രം മാത്രം നമ്മളുടെ ഇടണം, ബാക്കിയെല്ലാം അവർ അകത്ത് വെള്ള തുണി എന്തൊക്കെയോ വെച്ച് ഈ താറ് കൊടുക്കുന്ന പോലെ മേളിൽ അവിടെ കൈ വെച്ച് ഇറുക്കിയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ മേളിലാണ് ഇതിടുന്നത്. അതിട്ട് പിന്നെ തലയൊക്കെ കൊണ്ടയൊക്കെ വിട്ട് അതിനൊരു പൂവൊക്കെ വെച്ച് അവരുടെ സ്റ്റൈല്. അപ്പോൾ ഞാനും അങ്ങ് നിന്ന് കൊടുത്തു, ശരി അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ്. അതാണ് 2-3 പടങ്ങൾ, ഫോട്ടോസും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഭംഗിയല്ല, അതായത് അവിടെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവരുടെ കൾച്ചറിലോട്ട് നമ്മളങ്ങ് അലിഞ്ഞ് ചേരുക എന്നുള്ളതിന് വേണ്ടിയാണ് ഞാനത് ഫോട്ടോയൊക്കെ എടുത്തത്. അങ്ങനെയൊക്കെ ഞങ്ങൾ പോയി. നല്ല ഒരു സ്ഥലമായിരുന്നു, നല്ലപോലെ കണ്ടു, തൊഴുതു, എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു. അങ്ങനെ പോയി. പിന്നെ അവിടെ ഒരു വാരാജി എന്ന് പറഞ്ഞ് 2 ചെരുപ്പ് പോലെ, അതിൽ ഒരു ചെരുപ്പിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വൈക്കോൽ കൊണ്ട് ചെയ്തതാണ്. അതായത് 800 പേര് 1 മാസം ഒന്നിച്ചിരുന്ന് ജോലി ചെയ്താണ് ആ 2 ചെരുപ്പ് വൈക്കോൽ കൊണ്ട് ഉണ്ടാക്കിയത്. അതിൻ്റെ വെയിറ്റ് എത്രയാണോ, 2500 കിലോ.
4.5 മീറ്റർ ലെങ്ത് ഉണ്ട്. അങ്ങനെ 2 ചെയ്ത് ഈ കാനോണിനുള്ള ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാം കൊണ്ടും നല്ല കാണാനുള്ള സ്ഥലമാണ്. അതുമാത്രമല്ല, ഈ അസക്കുസ ടെമ്പിളിൽ നിന്ന് വെളിയിൽ വരുമ്പം വലിയ ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ്. നടുക്ക് റോഡ്, 2 സൈഡും കടകൾ, ഇഷ്ടംപോലെ കടകൾ. ഈ സോവിനിയേഴ്സൊക്കെ വാങ്ങിക്കാൻ, നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ സോവിനിയേഴ്സ് വാങ്ങിക്കാം, കഴിക്കാം, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അങ്ങനെ ഞാനും അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഈ കീ ചെയിന്, ഈ ഫ്രിഡ്ജിൽ ഒക്കെ ഒട്ടുന്ന മാഗ്നറ്റ്, അവിടുത്തെ ഫാന്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിക്കാൻ പറ്റി. എന്തായിരുന്നാലും നല്ല ഒരു ഇതായിരുന്നു. അപ്പം നിങ്ങളും ഇത് കാണുക, കണ്ട് സന്തോഷിക്കുക, രസിക്കുക. നന്ദി.